പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ഈശോയെ, ഒരിക്കൽ കൂടെ ഞങ്ങളെ അങ്ങ് ഒരുമിച്ച് കൂട്ടിയതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ കരുണയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. ഞങ്ങളുടെ അയോഗ്യതയിലും അനർഹതയിലും അങ്ങയുടെ കരുണ ഞങ്ങളെ ശക്തരാക്കുന്നു. ഈശോയെ, ഒരുപാട് ആകുലതകളും വേദനകളും ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളും ഞങ്ങളുടെ തലയില് ചിന്തകളില് ആയിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ ഈ സമയം അങ്ങയെ കൂടുതൽ അറിയുവാനും അറിയുന്നത് വഴി കൂടുതൽ സ്നേഹിക്കുവാനും വേണ്ടി ഞങ്ങളിവിടെ പരിശ്രമിക്കുന്നത്. ഈശോയെ, ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ്, അങ്ങയെ കൂടുതൽ അറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൽ ഐക്യപ്പെടാനുമുള്ള ഞങ്ങളുടെ ഈ ആഗ്രഹത്തെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകുവാനായിട്ട് ഈ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴും നന്മ ആഗ്രഹിക്കുമ്പോഴും പലപ്പോഴും ഈ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളുടെ ഈ ബലഹീനതയെയും ഞങ്ങളുടെ ഈ ആഗ്രഹിക്കുന്നിടത്തേക്ക് എത്താൻ പറ്റാത്ത ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരു രക്തത്താൽ കഴുകണമേ. അങ്ങയുടെ തിരു രക്തക്കുളത്തിൽ ഞങ്ങളെ കഴുകി ഞങ്ങളെ ശുദ്ധി ചെയ്തെടുക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് അങ്ങ് പഠിപ്പിച്ചതെല്ലാം ഓർമ്മിപ്പിച്ചു തരണമേ. സത്യത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തരണമേ. ഞങ്ങളുടെ മനസ്സിന്റെയും ബുദ്ധിയുടെയും കെട്ടുകളെ കർത്താവേ അങ്ങയുടെ തിരു രക്തത്താൽ അഴിക്കണമേ. അങ്ങ് ബന്ധിക്കുന്നതിനെ കർത്താവെ ഒരു ശക്തിക്കും അഴിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഈ സമയം ഞങ്ങളുടെ കൂട്ടായ്മ എല്ലാ തിന്മകളുടെയും ബോധ്യപ്പെടാൻ ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ ശക്തികളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, വിശുദ്ധ ഔസേപ്പ് പിതാവേ, അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനും നിങ്ങളെ പോലെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ലിയോ 14 മാർപ്പാപ്പയെയും അദ്ദേഹത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാതൃസ്നേഹത്താൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാതൃ സംരക്ഷണത്തിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഓക്കെ, കൂടുതൽ പേരുടെ സ്വരം കേട്ടു ഇപ്പം. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബ്രദർ ഇപ്പം ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ വരുമ്പോഴേക്കും
ഈ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ 1-2 മാസമൊക്കെ നാട്ടിലുള്ളപ്പം പല കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഇപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കയറാൻ പറ്റൂലെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഞാനും അടുത്ത തിങ്കളാഴ്ച ഞാനും യാത്ര തിരിക്കും ഇവിടുന്ന് നാട്ടിലേക്ക്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നാട്ടിൽ അങ്ങനെ ഏതായാലും സൂം മീറ്റിംഗ് തന്നെയാണല്ലോ, വിർച്വൽ ആയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ മരിയ ജോസ് തിരിച്ചെത്തി അല്ലേ? 1 മാസം ഇല്ലായിരുന്നു, അത് കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പൊ സിസ്റ്ററെ വീണ്ടും തിരിച്ചെത്തിയൊരു സന്തോഷം. ബാക്കി കുറച്ച് പേരും കൂടെയൊക്കെ ഇനി കയറാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് എന്ത് വിഷയത്തെ കുറിച്ചായിരുന്നു നമ്മൾ കേട്ടോണ്ടിരുന്നേ? ദാരിദ്ര്യം. കാരണം 2-3 ആഴ്ചയായല്ലോ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പൂർത്തീകരണത്തിന്റെ ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. 10ാമത്തെ അധ്യായം, ഇതിന്റെ 3-ാം ഭാഗത്തിലെ 10ാമത്തെ അധ്യായം. യേശുവിന്റെ മികച്ച ദാരിദ്ര്യത്തെ നമ്മളൊക്കെ എങ്ങനെ അനുകരിക്കാം. നമ്മൾ അതിന്റെ പല മേഖലകൾ, ഈശോയുടെയും നമ്മുടെയും ജീവിതത്തിന്റെ പല മേഖലകൾ കണ്ടു. ഇനി നമ്മൾ എങ്ങനെ അനുകരിക്കേണ്ടത് ഈ യേശുവിന്റെ ദാരിദ്ര്യത്തെ എന്നും നമ്മൾ കാണുവാണ്. അപ്പം ആരെങ്കിലും വായിക്കാൻ തുടങ്ങുമോ? എത്രയും വലുതും അത്ഭുതകരവുമായ പുണ്യമാണ് ആത്മാവിലുള്ള ദാരിദ്ര്യം. ഇതിൽ എന്തുമാത്രം പൂർണ്ണത അടങ്ങിയിരിക്കുന്നു. ഈ പ്രവൃത്തിയുടെ രഹസ്യത്തിൽ എത്രമാത്രം ദൈവിക ജ്ഞാനം അടങ്ങിയിരിക്കുന്നു. മനുഷ്യനായ ദൈവത്തൻ ആഗ്രഹിക്കുന്നത് അവനിൽ ആഴത്തിലുള്ള എളിമയെ, ആത്മാവിന്റെ ദാരിദ്ര്യം എന്ന പുണ്യത്തെ, തന്റെ ശക്തിയെയും നന്മയെയും ജ്ഞാനത്തെയും ലോകത്തിന് മറിച്ച് തന്റെ പുണ്യങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാനാണ്. അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കമാണ്. അതായത് എന്തോരു നമ്മള് ദാരിദ്ര്യം എന്നൊക്കെ പണ്ടൊക്കെ നേരത്തെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ഈ ഇല്ലായ്മയിൽ ജീവിക്കുക അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ അതിന്റെ വലിയ മേഖലകൾ പകനേച്ച് നമുക്ക് തുറന്നു തന്നു. ഇപ്പൊ ഇവിടെ പറയുവാണ്, എന്തൊരു അത്ഭുതകരമായ പുണ്യമാണ് ഇത് ആത്മാവിലുള്ള ദാരിദ്ര്യം. അതായത് ദാരിദ്ര്യം എന്ന് പറഞ്ഞ ദാരിദ്ര്യം എന്ന പുണ്യം അത് ആത്മാവിലുള്ള ദാരിദ്ര്യമാണ്. അല്ലാത്ത ദാരിദ്ര്യമുണ്ട്, പക്ഷെ ആത്മാവിലുള്ള ദാരിദ്ര്യം അത് ഒരു പുണ്യമാണ്. അത് ആത്മാവിലുള്ള ദാരിദ്ര്യം തന്നെയാണ്. ഇതിൽ എന്തുമാത്രം പൂർണ്ണതയാണ് അടങ്ങിയിരിക്കുന്നതെന്ന്. അതായത് മനുഷ്യപുത്രൻ, അതായത് ഈ ലോകത്തിനൊന്നും മനസ്സിലാവാത്ത വലിയ ആഴങ്ങളുള്ള ഒരു പുണ്യമാണ് ഈ ദാരിദ്ര്യം, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് ഈ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ട് അതിലൂടെ അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഭാഗം വായിക്കുവോ? ശക്തി. യേശു തന്റെ ദൈവിക ശക്തിയെ മറച്ചു വെച്ചുകൊണ്ട് അമാനുഷികമായ ഒരു പ്രബോധനത്തിലൂടെ ദിവ്യമായ രീതിയിൽ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധവും അത്ഭുതാവഹവുമായ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു വാക്കുകൊണ്ട് കടലിനെയും കാറ്റിനെയും ശമിപ്പിച്ചുകൊണ്ട് അവിടുന്ന് നിറവേറ്റി. കഠിന ഹൃദയനും അന്ധവുമായ ലോകത്തിന് ആസ്വദിക്കാൻ പറ്റാത്ത വിസ്മയാവഹമായ പ്രവൃത്തികൾ അവിടുന്ന് ചെയ്തു. പിശാചിനെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ശരീരത്തിലേക്ക് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നു, അനേകായിരങ്ങൾക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു യേശുവിന്റെ ദാരിദ്ര്യത്തെയാണ് നമ്മൾ അനുകരിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ പറയാണ് ശരിക്കും ഈ യേശുവിന്റെ ദാരിദ്ര്യം എവിടെയാണ്? അത് ശരിക്കും മറയ്ക്കപ്പെട്ട ഒരു ശക്തിയാണ്. അതായത് മനുഷ്യന് ഈ ലോകത്തിന്റെ അരൂപിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പുണ്യമാണ് ഈ ദാരിദ്ര്യം, ആത്മാവിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഈ ആത്മാവിലുള്ള ദാരിദ്ര്യം നമുക്ക് കാണിച്ചു തന്ന ഈശോ എങ്ങനെയുള്ള യേശുവായിരുന്നു? അതാണ് ഇവിടെ പറയുന്നത്. അത്ഭുതാവഹമായ കാര്യങ്ങള് ആണ് യേശു പ്രവർത്തിച്ചത്. ഒരു വാക്കുകൊണ്ട് കടലിനെയും കാറ്റിനെയും ശമിപ്പിച്ചു അവിടുന്ന്. അതായത് ഈ ദാരിദ്ര്യം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച ഈശോനെ കുറിച്ച് പറയുകയാണ്. ആ ഈശോയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കുകൊണ്ട് കടലിനെയും കാറ്റിനെയും ഒക്കെ ശമിപ്പിക്കാൻ കഴിവുള്ളവനാണ്.
കഠിനമായ അന്ധമായ ലോകത്തിന് ആസ്വദിക്കാനോ അതിന് വിസ്മയാവഹമായ പ്രവർത്തികളാണ്. പിശാചുക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ, ഏത് തരം രോഗികളെയാണെങ്കിലും എന്താണ് 10 കുഷ്ഠരോഗികളുടെ ഇത് നമ്മൾ ഓർക്കുന്നില്ലേ? അവര് അകലെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴത്തേക്കും ഈശോ ഇത്രേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കാന്ന്. അതായത് പുരോഹിതന്റെ അടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് അത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ടായിരിക്കും പറഞ്ഞത്. അവര് തിരിച്ചു പുരോഹിതന് ദേവാലയത്തിലോട്ട് പോകുന്ന വഴി അവര് ശുദ്ധരാക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റേ എന്താണ്, തന്റെ ദാസന് അസുഖമാണ്, വന്ന് സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞ അയാളോട് പറഞ്ഞ നിങ്ങൾ കണ്ടാലും മാത്രമേ വിശ്വസിക്കുള്ളൂ. അപ്പൊ പെട്ടെന്ന് വാ ഗുരു, എന്റെ ദാസൻ മരിക്കും, അല്ലെങ്കിൽ മകന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു ഗോസ്പലില് ഒരു സുവിശേഷത്തിൽ മകനെ കുറിച്ച് പറയുന്നുണ്ട്, മറ്റൊരു സുവിശേഷത്തിൽ ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഈശോ പറഞ്ഞു, നീ പോയിക്കോ, വിശ്വസിച്ചുകൊണ്ട് പോയിക്കോ എന്നാണ്. അയാള് വിശ്വസിച്ചുകൊണ്ട് പോയി. പോകുന്ന വഴി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് പറയാണ്, നിന്റെ മകൻ സുഖപ്പെട്ടു. അപ്പൊ ചോദിച്ചു ഏത് സമയത്താണ്? കൃത്യസമയത്ത്. അതായത് സമയത്തിന്റെയും കാലത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാ പരിധികളെയും ഭേദിക്കുന്ന അതിന്റെ എല്ലാം മേലെ അധികാരമുള്ള ദൈവമാണ് ഈശോ. ആ ഈശോയാണ് നമുക്ക് എങ്ങനെ ദാരിദ്ര്യം ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നത്. പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, ശരീരത്തിലേക്ക് ആത്മാവിനെ തിരിച്ചു കൊണ്ടുവന്നു, അതായത് മരിച്ചവരെ ഉയർപ്പിച്ചു, അനേകായിരങ്ങൾക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു. ഇപ്പം ദരിദ്രനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, നിങ്ങള് ദാരിദ്ര്യം അതാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന രീതിയിൽ അത് ആകർഷകമാവില്ല. പക്ഷെ ഈശോയെ നോക്കൂ, ഈശോ എല്ലാമായിരുന്നിട്ടും അവിടുന്ന് ആത്മാവിലുള്ള ദാരിദ്ര്യം എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. മറക്കപ്പെട്ട ജ്ഞാനം. അവിടുന്ന് ദൈവിക ജ്ഞാനം പഠിപ്പിച്ചു. സ്വർഗീയ പുണ്യങ്ങളെ കുറിച്ചുള്ള അറിവ് സാധാരണ അറിവിനെയും താത്വികമായ അറിവിനെയും വെല്ലുന്ന ജ്ഞാനം പഠിപ്പിച്ചു. അവന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ജ്ഞാനത്തെ മറച്ചു വെച്ചതുകൊണ്ടാണ് സ്വന്തം രക്ഷയും നന്മയും ആഗ്രഹിക്കുന്ന എളിയവരും സാധാരണക്കാരും യേശുവിന്റെ ജ്ഞാനം ശ്രവിച്ചതും സ്വീകരിച്ചതും. നമുക്ക് യേശുവിന്റെ നമ്മൾ എങ്ങനെയൊക്കെ യേശുവിന്റെ ഈ ദാരിദ്ര്യം എന്ന പുണ്യം അനുകരിക്കണം എന്ന് ഇവിടെ പകനച്ചൻ പഠിപ്പിച്ചു തരികയാണ്. ഈ ദൈവിക ജ്ഞാനം, അതായത് എല്ലാ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവമാണ് നമുക്ക് ദൈവിക ജ്ഞാനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷെ അവന്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ജ്ഞാനത്തെ മറച്ചു വെച്ചുകൊണ്ടാണ്, അതായത് വലിയ പ്രഭാഷകനായിട്ടോ വലിയ വാഗ്മിയായിട്ടോ അറിയപ്പെടണം എന്നല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടതാണ് എന്തുമാത്രം സാധാരണക്കാരുടെ വാക്കുകൾ കൊണ്ടാണ് ഈശോ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് പകർന്നു തന്നത്. അതായത് സ്വർഗരാജ്യം എന്താണ്, നിലത്ത് പാകിയ കടുകുമണിക്ക് തുല്യം. അതിലെന്ത് ഏത് പൊട്ടനും പറയാവുന്നൊരു കാര്യമല്ലേ അത്. പക്ഷെ ജ്ഞാനമുള്ളവർക്കേ അതിൻ്റെ അകത്തുള്ള ആ സത്ത മനസ്സിലാവുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ യേശു മറയ്ക്കപ്പെട്ട ജ്ഞാനമായിരുന്നു. ശരിക്കും നമ്മള് വലിയ ആളായിട്ട് കാണപ്പെടുന്നതിലല്ല, ജ്ഞാനിയായിട്ടും വാഗ്മിയായിട്ടും അറിയപ്പെടുന്നതിലല്ല, യേശുവിനെ പോലെ നമ്മുടെ രക്ഷയെ സാധ്യമാക്കുന്ന ജ്ഞാനം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ഇതൊക്കെ വായിക്കുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്. അതായത് നമ്മുടെ ഡൊമിനിക് വലാമല അച്ഛൻ നമ്മുടെ 2019 നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായത്, കേരളത്തില് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പൊ അച്ഛൻ എന്താണ് മറ്റേ അണക്കെട്ടിന്റെ മുകളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് വണ്ടിയിൽ പോയിക്കൊണ്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പോവായിരുന്നു അച്ഛൻ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് അച്ഛനോട് പറഞ്ഞു, നീ തിരിഞ്ഞൊന്ന് നോക്കിയേക്ക്, നീ തിരിച്ചു വരുമ്പോഴേക്കും ഈ പാലം ഇവിടെ ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് അച്ഛൻ അത് കേട്ട് അച്ഛന് ശുശ്രൂഷക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യം, ആ അണക്കെട്ടിന്റെ പേരെന്തുട്ടാ,
എന്താണ് എന്തോ ഒരു പേരുണ്ടല്ലോ, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. അത് ശരിക്കും തകർന്നു പോയായിരുന്നു. എന്തോ ആരെന്തോ പറയുന്നുണ്ടല്ലോ. 2019 വെള്ളപ്പൊക്കം ഉണ്ടായത് നമ്മുടെ അവിടെ. 18 അപ്പൊ അതില് ശരിക്കും ആ വലിയ ഇടുക്കി അണക്കെട്ടില് ആ പാലം തകർന്നു പോയായിരുന്നു. അപ്പൊ നോക്ക്, ശരിക്കും ജ്ഞാനമാണ് അച്ഛൻ അത് വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലാണ്ട് ആൾക്കാര് പറഞ്ഞതോ പത്രം വായിച്ചതോ. അതായത് മനുഷ്യര്, സാധാരണക്കാര്, എന്താണ് നമ്മുടെ മീഡിയ, അവര് അറിയുന്നതിന് മുന്നേ തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവിക ജ്ഞാനം, അറിവ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും ലോകം കാണുന്നതും ലോകം പറയുന്നതിനേക്കാളും ഒക്കെ വലുതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ വെനസ്വേലയിൽ ഉണ്ടായ ഭൂകമ്പത്തെ കുറിച്ച്. എന്തുമാത്രം സജ്ജീകരണങ്ങള് ഭൂകമ്പത്തെയും സുനാമിയെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നമുക്കുണ്ട്. എത്രയോ കാര്യങ്ങൾ പറയുന്നു. അതായത് അടുത്ത ആഴ്ച വലിയ കാറ്റുണ്ടാവും, വലിയ പ്രഷർ, സമ്മർദ്ദം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇനി റെഡ് അലേർട്ട് പറയുന്നു, ഓറഞ്ച് അലേർട്ട് പറയുന്നു, യെല്ലോ അലേർട്ട് പറയുന്നു. എന്നിട്ട് ഇത്ര അലേർട്ടൊക്കെ പറയാനായിട്ട് നമുക്ക് കഴിവുണ്ടായിട്ടും വെനസ്വേലയിൽ അത്രയും വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായിട്ട് ഒരു അലേർട്ടും ഒന്നും അറിയിക്കാൻ സാധിച്ചില്ലായിരുന്നു. അപ്പം അതായത് ദൈവമാണ് എല്ലാം കണ്ടുള്ളത്. നമുക്ക് ഈ മാനുഷികമായ ജ്ഞാനം ഇല്ലെന്ന് കരുതി നമുക്ക് കാര്യമായിട്ടൊന്നും പോകാനില്ല എന്ന് കരുതി പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങള് അവരുടെ സ്വന്തം മേഖലകളിൽ ആവശ്യത്തിന് വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മൾ എന്നും ചിലരൊക്കെ ഉണ്ട്, അതായത് രാവിലെ പത്രം വന്നു കഴിഞ്ഞാൽ ആ പത്രത്തിന്റെ എല്ലാ പേജും വായിച്ച് പിന്നെ തിരിച്ചു വായിച്ച് പിന്നെ മറിച്ച് വായിച്ച്. ഇപ്പൊ പത്രം വായന നിർത്തി, അതൊരു നല്ല കാര്യമായിരുന്നു. ഇപ്പൊ TV ന്യൂസ്, അവരാണെങ്കിലോ പറഞ്ഞത് തന്നെ പിന്നെ എല്ലാ മണിക്കൂറും ഉള്ള ഇതില് വാർത്തയില് പറഞ്ഞ തന്നെ പിന്നെയും പറയും. ഈ കാണിച്ച സീൻ തന്നെ 100 പ്രാവശ്യം പിന്നെയും കാണിക്കുക. എന്നാലും അവിടെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്തെന്നാണത്? കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ പറയുന്നത്. അവർക്ക് ആവശ്യമുള്ളത് അവര് നമുക്ക് തരികയാണ്. പക്ഷെ കർത്താവിന്റെ അടുത്ത് കർത്താവ് പറയണേണ് ദാരിദ്ര്യം, ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലും കൂടി ഉള്ളതാണ്. അതായത് ജ്ഞാനം, അതായത് ദൈവം നമുക്ക് ദൈവിക ജ്ഞാനം നമുക്ക് തുറന്നു തരും. നമ്മൾ വാഗ്മിയായിട്ടോ വലിയ പ്രബോധകനായിട്ടോ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കാതെ അത് നമ്മളിൽ നിന്ന് ഉരിഞ്ഞു കളയുമ്പോഴേക്കും കർത്താവ് നമ്മളെ ജ്ഞാനിയാക്കും. അത് ജ്ഞാനം രക്ഷയിലേക്കുള്ള ജ്ഞാനമായിരിക്കും. അതായത് മറ്റുള്ളവർക്ക് രക്ഷയുടെ നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും എളിയ വാക്കുകൾ, പക്ഷെ കേൾക്കുന്നവർക്ക് അവരുടെ ഹൃദയം തുറന്ന് ദൈവത്തിലേക്ക് വരുവാനായിട്ട് സാധ്യമാകത്തക്ക രീതിയിൽ നമ്മളുടെ വാക്കുകൾ ദൈവം എടുത്ത് ഉപയോഗിക്കും. അതിൽ ജ്ഞാനം നിറച്ചു തരും. അപ്പൊ ആ ഒരു മേഖലയിലും നമ്മൾ ഈശോയുടെ ദാരിദ്ര്യത്തെ അനുകരിക്കണം എന്ന് പറയാണ്. മൂന്നാമത്തെ ഇത് മറയ്ക്കപ്പെട്ട നന്മ. ആരെങ്കിലും ഒന്ന് വായിക്കോ? മറയ്ക്കപ്പെട്ട നന്മ. യേശു പുണ്യങ്ങളും വിശുദ്ധിയും പഠിപ്പിച്ചുകൊണ്ടും ജീവിതം കൊണ്ടും തന്റെ മഹാനന്മയെ കാണിച്ചുകൊണ്ട് അവരെ കേൾക്കാവോ? സിസ്റ്ററെ അവിടെ എന്തെങ്കിലും ഇതുണ്ടോ? കാറ്റോ വല്ലതും ഉണ്ടോ? ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. വേറെ ആരെങ്കിലും ഒന്ന് വായിക്കോ? മറയ്ക്കപ്പെട്ട നന്മ. യേശു പുണ്യങ്ങളും വിശുദ്ധിയും പഠിപ്പിച്ചുകൊണ്ടും ജീവിച്ചുകൊണ്ടും തന്റെ മഹാനന്മയെയും പുണ്യതയെയും മറച്ചുവെച്ചു. അവിടുന്ന് പാപിയായും പാപികളോട് സഹാനുഭൂതി കാണിച്ചുകൊണ്ട് അവരെ രക്ഷയിലേക്ക് നയിച്ചതുവഴി പാപികളുടെ സുഹൃത്തായും അറിയപ്പെട്ടു. എല്ലാ വിധത്തിലും തന്റെ സർവ്വസമ്പൂർണതയെ അത്യുജ്വലമായ ദാരിദ്ര്യം എന്ന പുണ്യപരിശീലനത്തിലൂടെ പ്രാവർത്തികമാക്കിയാണ് യേശു ചെയ്തത്. അപ്പൊ യേശു നോക്കൂ, നന്മയുടെ നിറകുടമായ ഈശോ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. കാരണം അതിൽ നിന്നെല്ലാം നമ്മൾ ആ
കൃത്യമായ കാര്യം ഇങ്ങനെ ചൂഴ്ന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അതിനെക്കുറിച്ച് തന്നെ പറയുന്നത്. അതായത് യേശു പൗലോസ്ലീഹ യേശു ജീവിച്ച കാര്യം പൗലോസ്ലീഹ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതായത് എല്ലാവർക്കും എല്ലാം ആകാൻ വേണ്ടിയിട്ട് ഞാൻ നിയമത്തിന് അധീനനായവരുടെ കൂടെ നിയമത്തിന് അധീനനായി, നിയമത്തിന് പുറത്തുള്ളവരുടെ കൂടെ നിയമം ഇല്ലാത്തവനായി, സഹിക്കുന്നവരുടെ കൂടെ സഹിക്കുന്നവനായി, എല്ലാവർക്കും എല്ലാമായി തീരാൻ വേണ്ടിയിട്ട്. അത് എന്തിനാണ്? അതിലൂടെ യേശുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഈശോയുടെ പറയുന്നത്. ആ സുവിശേഷം എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് യേശു പാപികളോട് സഹാനുഭൂതി കാണിച്ചുകൊണ്ട് പാപികളോട് കൂടെ പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. തന്റെ സമ്പൂർണ്ണ അത്യുജ്വലമായ ദാരിദ്ര്യം എന്ന പുണ്യ പരിശീലനത്തിന് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു വലിയ നന്മയാണ് ഈശോ അവിടെ കാണിച്ചു തന്നത്. അതായത് രക്ഷ എന്ന് പറയുന്നത് വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. രക്ഷ ഈശോ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് രക്ഷ നമുക്ക് വേണ്ടി സമ്പാദിച്ചു തന്നത്. അതിൽ ഒരാളും ഒഴിവാക്കപ്പെട്ടിട്ടില്ല, ഒരു പാപിയും. ഏറ്റവും വലിയ പാപി വരെ ഈശോയുടെ രക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള ആളാണ്. അപ്പം അവരെ എല്ലാവരെയും നേടാൻ വേണ്ടിയിട്ട് ഈശോ എല്ലാവർക്കും എല്ലാമായി. അപ്പം അത് തന്നെയാണ് നമ്മളെ അതിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതായത് നമുക്ക് പറ്റിയ ആൾക്കാരുടെ കൂടെ നിൽക്കാം, അവര് വേണ്ട, അങ്ങനെ ചിന്തിക്കാതെ, അങ്ങനെ മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നമ്മുടെ തുറവി, അതാണ് ഈ മറയ്ക്കപ്പെട്ട നന്മ എന്ന പുണ്യത്തിലൂടെ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, എങ്ങനെ നമ്മെ തന്നെ ഉരിഞ്ഞു മാറ്റാം? അതിനാൽ നാം നമ്മുടെ ഹൃദയത്തെ ചെറുതും വലുതുമായ ലൗകിക വസ്തുക്കളോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രം മോചിപ്പിച്ചാൽ പോരാ, നമ്മിൽ നിന്ന് തന്നെ നമ്മെ വിടുവിക്കണം. അന്തസ്സുറ്റതും വളരെ സമ്പന്നവുമായ ആത്മാവിൻ്റെ സമ്പൂർണ്ണ ദാരിദ്ര്യം എന്ന പുണ്യം സമ്പാദിക്കാനായി നമ്മുടെ മനസ്സിനെ അഹങ്കാരത്തിൽ നിന്നും വ്യർത്ഥാഭിമാനത്തിൽ നിന്നും സ്വയം സ്നേഹത്തിൽ നിന്നും വേർപെടുത്തണം. ദരിദ്രനും ലോകവസ്തുക്കളിൽ നിന്ന് അകന്നവനും ആദരവും പ്രശസ്തിയും ഇഷ്ടങ്ങളും സുഹൃത്തുക്കളും ബന്ധുക്കളും സഹായങ്ങളും ആന്തരികവും ബാഹ്യവുമായ ആശ്വാസങ്ങളില്ലാത്തവനും നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയും നമുക്ക് മാതൃകയാകുന്നതിന് വേണ്ടിയും സ്വന്തം ജീവൻ പോലും ത്യജിച്ചവനുമായ ക്രൂശിതനായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുഗാമികളും ശിഷ്യരുമാകുവാൻ ആത്മാവിനുള്ള ദാരിദ്ര്യം നമ്മെ യോഗ്യരാക്കുന്നു. അയ്യോ, ഇവിടെ പറയുന്നത് വലിയൊരു കാര്യമാണ്. അതായത് എങ്ങനെ നമ്മിൽ നിന്ന് നമ്മെ തന്നെ ഉരിഞ്ഞു മാറ്റാന്ന്. അത് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ആ ഈഗോ നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു അത് വിശുദ്ധർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാനൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു നീതീകരണവും വിശുദ്ധീകരണവും ഒക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പെർഫെക്റ്റാണ്. ബാക്കിയുള്ളവരാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ബാക്കിയുള്ളവരാണ് മാറേണ്ടത്. ആ കാര്യം മാറണം, ആ ആള് മാറണം, ആ സ്ഥലം മാറണം, അങ്ങനെ എല്ലാം മാറണം. നമ്മൾ മാറൂല. നമ്മള് വിശുദ്ധരും പൂർണ്ണരും അങ്ങനെ അങ്ങനത്തെ ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, അന്തസ്സുറ്റതും വളരെ സമ്പന്നവുമായ ആത്മാവിന്റെ സമ്പൂർണ്ണ ദാരിദ്ര്യം എന്ന പുണ്യം സമ്പാദിക്കാനായി നമ്മുടെ മനസ്സിനെ അഹങ്കാരത്തിൽ നിന്നും വ്യർത്ഥ അഭിമാനത്തിൽ നിന്നും സ്വയം സ്നേഹത്തിൽ നിന്നും വേർപെടുത്തണം. ഈ സംഭവം നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കും, നമ്മൾ ഇതൊന്നും നമ്മളുടെ ഭാഗമല്ല, ഇത് ബാക്കിയെ മറ്റുള്ളവരുടെ ഒരാളെ നമ്മൾ അഹങ്കാരത്തിനായിട്ട് ഉദാഹരണത്തിനെടുക്കും, ഒരാളെ സ്വാർത്ഥതയൊക്കെ ആയിട്ട് ഉദാഹരണത്തിനെടുക്കും, ഒരാളെ നമ്മൾ വേറെ കാര്യത്തിന്, അങ്ങനെ നമ്മൾ എല്ലാവർക്കും വിഭജിച്ചു കൊടുക്കും. പക്ഷെ നമ്മളിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതൊന്നും കാണാൻ പറ്റൂല. പക്ഷെ എന്നെ കർത്താവ് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. എന്നിലുള്ള അഹങ്കാരത്തെയും അസൂയയെയും സ്വാർത്ഥതയെയും ഈ സ്വയം സ്നേഹത്തെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം എന്നിൽ വരണം.
എന്നാൽ മാത്രമേ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിന്ന് എനിക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അത് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ജീവിക്കുക. ഈ പൗലോസ്ലീഹ പറഞ്ഞില്ലേ, പൗലോസ്ലീഹ പറഞ്ഞത് നമ്മള് ഇങ്ങനെ ഭയങ്കര എന്തോ വലിയ കാര്യമായിട്ടൊക്കെ എടുത്ത് പറയുക. അതായത് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയും പൗലോസ് അത്രയും പറഞ്ഞെങ്കിൽ അപ്പൊ നമ്മളും അത് ഭയങ്കര അഭിമാനത്തോടെ പറയും, പാപികളിൽ ഒന്നാം പൗലോസ്ലീഹയെ പോലെ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. പക്ഷേ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ആ അനുതാപത്തിന്റെ ആ കൃപ തന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ശരിക്കും ഈ നമ്മുടെ പത്രോസ് സ്ലീഹ അല്ലെങ്കിൽ യോഹന്നാൻ സ്ലീഹയൊക്കെ ചെയ്ത പോലെ, അതായത് യോഹന്നാൻ സ്ലീഹ ശരിക്കും പറഞ്ഞാല് പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുപാട് അഹങ്കാരം കുറച്ചുണ്ടായിരുന്നു. കാരണം സമരിയയിലൂടെ ജെറുസലേമിലേക്ക് പോകുമ്പോഴത്തേക്കും യേശു ശിഷ്യന്മാരും കൂടെ, അപ്പൊ സമരിയക്കാർക്ക് യൂതന്മാരെ ഇഷ്ടമില്ല. അപ്പൊ അവര് മൈൻഡ് ആക്കിയില്ല അവർക്ക്. അപ്പം ഈ നമ്മുടെ യോഹന്നാനും യാക്കോബനും എന്താണ് ഇടിമുഴക്കത്തിന്റെ പുത്രന്മാരെന്നായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ദേഷ്യം വന്നു. അവര് കർത്താവിനോട്, കർത്താവെ ഞങ്ങള് പ്രാർത്ഥിക്കട്ടെ, അതായത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെയൊക്കെ ദഹിപ്പിച്ച് കളയണം, അതായത് നശിപ്പിക്കുക, മന്ത്രവാദം നശിപ്പിക്കുന്ന പോലെ നശിപ്പിച്ച് കളയണം. അങ്ങനത്തെ ചിന്തയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഈ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് പാപമൊന്നും ചെയ്തിട്ടില്ലെന്നാണ്. പിന്നെ ഒരു പ്രാവശ്യം യോഹന്നാൻ വന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, കർത്താവ് നിന്റെ നാമത്തില് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവനെ തടഞ്ഞു. കാരണം നമ്മുടെ കൂടെ ഇല്ലാത്ത ആളാകാൻ നിൽക്കണ്ട, നമ്മളാണ് ആൾക്കാര്, നമ്മുടെ പുറകിൽ വേണം ബാക്കിയുള്ളവരൊക്കെ നിൽക്കാൻ. അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് യോഹന്നാൻ സ്ലീഹ. ആ യോഹന്നാൻ സ്ലീഹ പക്ഷെ ഈശോയുടെ മരണം കഴിഞ്ഞ് ഉത്ഥാനത്തിന്റെ സമയത്ത്, അതായത് ഈശോ മരിച്ചപ്പോഴേക്കും യോഹന്നാന് നമ്മളെല്ലാവരും പ്രതിനിധീകരിച്ചുകൊണ്ടൊരു സമ്മാനം കിട്ടിയത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ കൂടെ നിന്ന ആ വെറും കുറെ മണിക്കൂറുകൾ ആ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞ ആ യോഹന്നാൻ, പിന്നെ നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് മരിയ മഗ്ദലേന മറിയം വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ്, കർത്താവിനെ അവിടെ കാണാനില്ല, എവിടെ എടുത്തോണ്ട് പോയിന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അവനെ കാണാനില്ല, കല്ലറയൊക്കെ തുറന്നു കിടക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഈ യോഹന്നാനും പത്രോസും കൂടെ ഓട്ടം തുടങ്ങി. അപ്പൊ പറയുന്നത് യോഹന്നാൻ വേഗത്തിൽ ഓടി, കാരണം കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് കരുതി പത്രോസ് വലിയ പ്രായമായ ആളൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ഒരിക്കലും അയാളെ അങ്ങനെ വയസ്സനാക്കി കളയരുത്. അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്രായം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ഇച്ചിരി കൂടി വണ്ണമൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഓട്ടത്തിനൊക്കെ ചെറിയ സ്പീഡ് കുറയുമല്ലോ. യോഹന്നാൻ സ്പീഡിൽ ഓടി ആദ്യം കല്ലറയുടെ മുന്നിലെത്തി. പക്ഷെ ആ യോഹന്നാൻ, പഴയ യോഹന്നാൻ ആണെച്ചെങ്കിൽ ആദ്യം ഇടിച്ചു കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ യോഹന്നാന് മാറ്റം വന്നു. അതാണ് മറിയത്തിന്റെ കൂടെ, മറിയത്തെ അമ്മയായി സ്വീകരിച്ച യോഹന്നാന് കിട്ടിയ വലിയൊരു ചേഞ്ച് അതാണ്. യോഹന്നാൻ അവിടെ കാത്തു നിന്നു പത്രോസ് വരുന്നത് വരെ. പത്രോസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസ് കയറി കണ്ട് അതിന്റെ പുറകെ യോഹന്നാനും കയറി. ഞാൻ ഈ യോഹന്നാനെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യോഹന്നാനെ കുറിച്ചൊക്കെ നമ്മുടെ സഭാപിതാക്കന്മാര് പറയുന്നത് ഇതാണ്. ഈ യോഹന്നാനോട് ആൾക്കാർ വന്ന് ചോദിക്കും, കാരണം യോഹന്നാനെ നാട് കടത്തിയായിരുന്നു, ഏഷ്യ മൈനറിലേക്ക് നാട് കടത്തി. അവിടെ വെച്ച് ആൾക്കാര് യോഹന്നാനോട് ചോദിക്കും, ഞങ്ങളോട് നിന്റെ ഗുരുവിനെ കുറിച്ച് ഞങ്ങൾക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞാന്ന് പറയുമ്പോഴത്തേക്കും ഈ യോഹന്നാൻ പറയും, യേശു ദൈവം സ്നേഹമാണ് എന്നങ്ങ് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് കരയാൻ തുടങ്ങും. ഈ കരച്ചിലും, അതായത് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുക. ഈ പത്രോസ് സ്ലീഹ സഭ ആകുന്ന ആ വീടിന്റെ പാറയായിട്ട് ഈശോ സ്ഥാപിച്ച പത്രോസ് സ്ലീഹയാണ്. പത്രോസ് സ്ലീഹ കരഞ്ഞ് ഇവിടെ ഈ കണ്ണുനീരിന്റെ ഒരു ചാല് തന്നെ ഉണ്ടായെന്നാണ് പറയുന്നത്. കാരണം പത്രോസ് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇതാണ് പറയുന്നത്, എനിക്കൊരു യോഗ്യതയില്ല, ഞാൻ അവനെ ഒറ്റിക്കൊടുത്തവനാണ്, എനിക്കൊരു യോഗ്യതയില്ല, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ സ്നേഹമാണ്. അതായത്
ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുമായിട്ടുള്ള ഐക്യത്തിലാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പശ്ചാത്താപത്തിന്റെ, അനുതാപത്തിന്റെ കണ്ണുനീര്, അതായത് അവര് ഇത്ര പാപികളായിരുന്നിട്ടും ദൈവം ഇത്രമാത്രം കരുണ കാണിച്ചതിനുള്ള ആ കരുണയുടെ ആ സന്തോഷത്തിന്റെ കണ്ണുനീര് മാത്രമേ ഇവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു പറഞ്ഞു. അല്ലാണ്ട് ഇവര് വലിയ വാഗ്മികളായിട്ട് വലിയ പ്രഭാഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവ് സഹായകൻ വന്നു കഴിയുമ്പോഴത്തേക്കും അവൻ നിങ്ങളെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും പഠിപ്പിച്ചു തരും. ഈ പാപത്തെക്കുറിച്ചുള്ള പണ്ട് കുറെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മുടെ ജോൺ ബോൾ സെക്കൻഡ് പറഞ്ഞ കാര്യമാണ്, ഇന്നത്തെ തലമുറയുടെ, ഇന്നത്തെ ജനത്തിന്റെ ഏറ്റവും വലിയ കുറവ് എന്ന് പറഞ്ഞാൽ പാപബോധമില്ലാത്തതാണ്. അത് അന്നും ഇന്നും. ഇന്ന് പിന്നെ പാപബോധം എന്ന് പറഞ്ഞിട്ട് പാപം പോലും നഷ്ടപ്പെട്ടു പോയി. ആ വാക്ക് പോലും നമ്മുടെ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയാണ്. അപ്പൊ ശരിക്കും പാപബോധം ഉണ്ടാവുക, അനുതാപം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയാണ്. അത് കൊലപാതകയ്ക്ക് കിട്ടുന്നതോ വ്യഭിചാരിക്ക് കിട്ടുന്നതോ അല്ല. മനുഷ്യൻ, അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യൻ പാപത്തിന്റെ ആസക്തിയിലാണ് മനുഷ്യൻ ഗർഭം ധരിക്കപ്പെടുന്നത്. അവന്റെ ഉള്ളില് പാപത്തിന്റെ വേരുകളുണ്ട്. പണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് അഹങ്കാരത്തിന്റെ ഈ വേര് മുഴുവൻ പറഞ്ഞു പോകുന്നത് എന്നാണെന്ന് ഞാൻ എൻ്റെ ആത്മീയ പിതാവിനോട് ചോദിച്ചത് പറഞ്ഞ് മരിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും പോകും എന്ന് പറഞ്ഞായിരുന്നു. അതായത് അത്രയും വരെ നമ്മുടെ പാപങ്ങളുമായിട്ട് മല്ലിട്ടുകൊണ്ട് ജീവിക്കണം. ഏത് മനുഷ്യനും, എത്ര വിശുദ്ധനായ മനുഷ്യനും ഈ ഒരു മല്ലടിച്ചുകൊണ്ടാണ്, മറ്റുള്ളവരോട് മല്ലടിക്കണമല്ല, നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ മേഖലകളോട് മല്ലടിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ശരിക്കും ഈശോ ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മൽപ്പിടുത്തം നിരന്തരം നമ്മളോട് തന്നെ ഉണ്ടാവണം. നമ്മളോട് തന്നെ വളരെ, അതായത് ഇവിടെ അതാണ് പറയുന്നത്, നമ്മുടെ മനസ്സിനെ അഹങ്കാരത്തിൽ നിന്നും വരുത്താം. ഇതൊക്കെ നമ്മളിങ്ങനെ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നമുക്കില്ലെന്ന് തോന്നും. അത് സാധാരണയാണ്, അത് നമ്മളുടെ കുറവുകൊണ്ടല്ല, അതാണ് മനുഷ്യന്റെ പ്രകൃതി. എനിക്കത് മനസ്സിലായ കാര്യമാണ്. അതായത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കും നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു, അപ്പൊ തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവെ എന്നെ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവെ അങ്ങയുടെ വെളിച്ചം എനിക്ക് തരണമേ, ദൈവിക ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ദൈവിക വെളിച്ചം നമ്മൾ സ്വീകരിക്കണം. അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തില് ശരിക്കുള്ള വെളിച്ചത്തിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാവും. ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തുമാത്രം ദൂരെയാണ്, എന്തുമാത്രം പാപികളാണ് നമ്മളെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അപ്പോഴേ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്, ദാരിദ്ര്യം എന്ന പുണ്യം ജീവിക്കുന്നത്. ചിലപ്പോൾ ഭക്ഷണം കുറച്ച് കഴിക്കുന്നതും ഉറങ്ങാതിരിക്കുന്നതൊക്കെ എളുപ്പമായിരിക്കും, പക്ഷെ നമ്മളിൽ നിന്ന് നമ്മുടെ രക്തത്തില് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഈ അഹങ്കാരം, അസൂയ, സ്വാർത്ഥത എന്നൊക്കെ മോചനം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് തന്നെ വന്ന് നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മളില് ആവസിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമ്മളിൽ നിറയണം. എന്നാലും നമുക്ക് ശരിയായിട്ടുള്ള ആ ആത്മാവിലുള്ള ദാരിദ്ര്യത്തിന്റെ അരൂപി നമ്മളിൽ നിറയുള്ളൂ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ദാരിദ്ര്യം ആശ്ലേഷിക്കുന്നതിലുള്ള മന്നോഷ്ണത. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ല കേട്ടോ. അന്വേഷണരായ ക്രിസ്ത്യാനികൾ വളരെ കുറച്ച് വിശ്വാസവും ആശ്രയവുമേ നമ്മുടെ രക്ഷകന്റെ വാക്കുകളോടും അവിടുത്തെ ജീവിത മാതൃകയോടും കാണിക്കുന്നുള്ളൂ. വലിയ നന്ദിഹീനതയാണ് അതിലൂടെ പ്രകടമാകുന്നത്.
തുടർന്ന് വായിക്കണോ? തുടർന്ന് വായിച്ചോ. എല്ലാവർക്കും അറിയാം, പുത്രനും കന്യകാമറിയത്തിന്റെ സുതനും നമ്മുടെ സൃഷ്ടാവും രക്ഷകനും ഗുരുവും മാതൃകയുമായ അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും പരിപൂർണമായ രീതിയിൽ ദാരിദ്ര്യം എന്ന പുണ്യത്തിൽ ജീവിക്കുകയും ചെയ്തെന്ന്. എന്നാൽ ഇന്ന് വളരെ കുറച്ചുപേർ മാത്രമേ അവിടത്തോടുകൂടെ ദരിദ്രരായിരിക്കാനും അവന്റെ ജീവിത രീതിയോട് താതാത്മ്യം പ്രാപിക്കാനും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പൊ നോക്കൂ, എല്ലാവരും പിന്നെ വായിക്കേ. മന്നോഷണരായ ക്രിസ്ത്യാനികൾ, അതായത് എന്തുകൊണ്ടാണ് ഈ മന്നോഷണത വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കർത്താവിലേക്കുള്ള നമ്മുടെ കണ്ണുകള് മാറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എല്ലാം നോർമലായിട്ട് തോന്നും. പിന്നെ നമുക്ക് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് ഇങ്ങനെ സാധാരണ രീതിയിൽ ജീവിച്ചാൽ പോരെ, എല്ലാവരെയും പോലെ ജീവിച്ചാൽ പോരെ, ഈ ഒഴുക്കിലങ്ങ് പോയാൽ പോരെ എന്നുള്ള ഒരു ചിന്ത വരും. ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഈ മന്നോഷണത വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വലിയ നന്ദിഹീനതയാണ്. അതായത് നമുക്ക് ദൈവം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് തന്നിട്ടുള്ള, അതായത് നമ്മള് ഇപ്പൊ പറയാണ്, നമ്മള് അറിയുക അറിയാതിരിക്കുക, അത് വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകള് അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുകയോ ബോധ്യം ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നത് വേറൊരു കാര്യം. പക്ഷെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ആ ചിന്തയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ കർത്താവിനെ എന്നോട് അവിടുന്ന് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതിരിക്കുന്നതാണ് ഈ മന്നോഷണതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം, അതായത് നമുക്ക് അറിയാത്ത കാര്യമല്ല, നമ്മുടെ രക്ഷകനും സൃഷ്ടാവും ഗുരുവുമായ അവിടുന്ന് നമുക്ക് ഈ ദാരിദ്ര്യത്തിന്റെ അതായത് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന പാത ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് വളരെ കുറച്ചു പേർ മാത്രമേ അവിടുത്തോടുകൂടെ ദരിദ്രരായിരിക്കാനും അവന്റെ ജീവിത രീതിയോട് താതാത്മ്യം പ്രാപിക്കാനും ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എല്ലാവർക്കും ഇഷ്ടം ഈ ഒഴുക്കിനൊത്തങ്ങ് കുഴപ്പമില്ലാതെ പോവാനാണ്. കാരണം ഇതിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതെന്താ അങ്ങനെ നിനക്ക് മാത്രം എന്താ പറ്റാത്ത, അതെന്താണ് ഇങ്ങനെ, അതായത് നമ്മളെപ്പോഴും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. നമ്മള് ഈ ഗ്രൂപ്പിൽ നിന്ന് ഒരാള് വ്യത്യസ്തനായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ അത് സ്വീകരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അത് ജീവിക്കാനുള്ള കരുത്ത് നമുക്കില്ലെങ്കിൽ നമ്മള് പെട്ടുപോകും. അപ്പൊ നമ്മള് ഒഴുക്കിനൊത്തു പോകും. അതായത് ഇപ്പൊ എല്ലാവരും കല്യാണത്തിന് പോയി, അപ്പൊ അവിടെ എല്ലാവരും ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പൊ അതിന്റെ ഇടക്ക് മദ്യപാനോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടെ അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ നോർമലാണ്. അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അബ്നോർമലാവും. അതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. പക്ഷെ അതാണ് ശരിക്കും മന്നോഷണത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞ് അവിടത്തോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതി സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആ ആത്മാവിന്റെ ദാരിദ്ര്യത്തിൽ നിന്നും അകലെയാണ്. ബാക്കി വായിച്ചോ. ആ ലാസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാം. എല്ലാവരും വാക്കുകൾ കൊണ്ട് യേശുവിന്റെ സമ്പൂർണ്ണ ദാരിദ്ര്യ ജീവിതത്തെ പുകഴ്ത്തുന്നു. എന്നാൽ വളരെയധികം പേർ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ഒരു ബഹുമാനവുമില്ലാതെ അവന്റെ ജീവിതത്തെയും ദാരിദ്ര്യത്തെയും കുറ്റപ്പെടുത്തുന്നു. അവർ സ്വർഗീയ സമ്പത്തിനെ ആദരിക്കുന്നില്ല, മറിച്ച് അവരുടെ അന്ധമായ ആഗ്രഹങ്ങളെയും സുഖങ്ങളെയും പിന്തുടരുന്നു. അവസാനം അവർ വളരെ അവശരായി ശൂന്യരായി അത്യന്ത ദാരിദ്ര്യത്തിലും നിത്യമായ ബലഹീനതയിലും ദരിദ്രരായി തീരുന്നു. അപ്പൊ ഭഗവാനച്ചൻ പറയുവാണ്, വളരെ കുറച്ചു പേര് മാത്രമേ ഈ ദൈവം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നോക്കുന്നുള്ളൂ. പലരും ജീവിതം കൊണ്ട്, വാക്കുകൾ കൊണ്ട് വളരെ യേശുവിന്റെ സമ്പൂർണ്ണ ദാരിദ്ര്യം അങ്ങനെയാണ്, പ്രസംഗങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. പക്ഷെ
ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ ദാരിദ്ര്യത്തെ അനുകരിക്കുന്നവർ വളരെ കുറവാണെന്ന് പറയാണ്. അതിന് അവര് ഈ പഗാനിസം പറയുന്നത് ഇതാണ്, അവര് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് അതിനെതിരെ ജീവിക്കുമ്പോഴത്തേക്കും അതിനെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. അതായത് യേശു കാണിച്ചു തന്ന ആത്മാവിന്റെ ദാരിദ്ര്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ ദാരിദ്ര്യത്തെ അവഹേളിക്കുന്നു. അപ്പം അത് ശരിക്കും മറിച്ച് അവരുടെ അന്ധമായ ആഗ്രഹങ്ങളെയും സുഖങ്ങളെയുമാണ് അവർ പിന്തുടരുന്നത്. ഇങ്ങനെയുള്ളവര് അവസാനം എന്താ പറ്റുന്നത്? അവസാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വലിയ സമ്പന്നതയിലാണെങ്കിലും വലിയ ആത്മീയ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം പോകുന്നത്. അതായത് എന്തർത്ഥം ഉണ്ടെന്നാണ്. അതായത് നമ്മളുടെ ഈ ശരീരത്തിന്റെ ഈ ആരോഗ്യവും ഈ ശക്തിയൊക്കെ ക്ഷയിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കും, ഞാൻ എന്തിനു വേണ്ടിയായി കിടന്ന് ഓടിയേ, എനിക്ക് എന്തുണ്ട്, ഞാൻ എങ്ങോട്ടേക്കാണ്. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരു ക്യാൻസർ വരികയാണ്, 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ല എന്ന് വരികയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് ഇവിടെ ഈ ലോകത്തിന്റെ തുടർച്ചയാണ്, അതായത് ഒരു മാറ്റം വരുത്തുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. നമ്മൾ നിത്യജീവിതത്തിലേക്ക് കടക്കുകയാണ്. വേറെ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നമുക്ക് നടക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല, ജീവിതം കണ്ടിന്യൂ ചെയ്യാണ്. അത് വേറെ രൂപത്തിലാണെന്ന് മാത്രം. അതാണ് വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. ബിജിനച്ച ഒരു ആശീർവാദം തരുമോ? സ്നേഹേശ്വരയെ, അങ്ങയുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ആ ദാരിദ്ര്യത്തെ അനുകരിക്കുവാൻ ആത്മീയമായ ദാരിദ്ര്യത്തോടെ അങ്ങേ മഹത്വപ്പെടുത്താനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. അങ്ങേ ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തെ വളരുവാനായിട്ട്, അങ്ങനെ പരസ്നേഹത്തെ വളരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മ ലക്ഷ്യം വയ്ക്കുന്ന നന്മ കൈവരിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ.